1 Peter 3:10. He who would love life and see good days, let him refrain his tongue from evil and his lips from speaking deceit. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. Our words have power, the power to heal or wound, to build up or tear down. നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. സൗഖ്യമാക്കുവാനുള്ള ശക്തിയും അതോടൊപ്പം മുറിവേൽപ്പിക്കുവാനുമുള്ള ശക്തി നമ്മുടെ വാക്കുകൾക്കുണ്ട്. Scripture, the Lenten prayers and hymns remind us that if we desire to live a life full of God's blessings, we must guard our tongues. വിശുദ്ധ ഗ്രന്ഥവും നോമ്പിലെ പ്രാർത്ഥനകളും ഗീതങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവാനുഗ്രഹമുള്ള ജീവിതം നയിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ നാവ് നമ്മൾ നിയന്ത്രിക്കണം. How often do we speak carelessly, letting gossip, harshness or deception slip from our lips? പലപ്പോഴും നമ്മുടെ വാക്കുകൾ ശ്രദ്ധയില്ലാതെയാണ് നാം സംസാരിക്കുന്നത്. അതിൽ വ്യാജമുണ്ട്, കാഠിന്യമുണ്ട്. Yet Christ calls us to a higher standard, one of truth, kindness and love. ക്രിസ്തു നമ്മോട് ആഹ്വാനം ചെയ്യുന്നു, നമ്മുടെ വാക്കുകളിൽ സത്യവും അനുകമ്പയും കരുണയും സ്നേഹവും ഉണ്ടായിരിക്കട്ടെ. The Desert Fathers taught that silence is sometimes the most powerful speech, for in stillness the heart is refined. മരുഭൂമിയിലെ പിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പലപ്പോഴും നിശബ്ദതയാണ് ഏറ്റവും ശക്തിയേറിയ വചനം. കാരണം നിശബ്ദതയിൽ നമ്മുടെ ഹൃദയം രൂപാന്തരപ്പെടുന്നു. Abba Pieman once said, "A person may seem to be silent, but if their heart judges others, they are speaking endlessly. But there may be another who talks from morning till night and yet keeps silence, for they say nothing unprofitable." നമ്മുടെ വാക്കുകൾ പ്രയോജനമുള്ളതായി തീരട്ടെ. This Lent, let us examine our words. Do they reflect Christ? ഈ നോമ്പിൽ നമ്മുടെ നാവിൽ നിന്ന് ഉയരുന്ന വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ക്രിസ്തുവിന് അനുയോജ്യമായ വാക്കുകളാണോ? Are they instruments of peace, truth and encouragement? നമ്മുടെ വാക്കുകൾ സമാധാനം നിറഞ്ഞതും സത്യമുള്ളതും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണോ? May we refrain from evil speech and instead use our voices to bless, to heal and to proclaim the love of God. ആവശ്യമില്ലാത്ത വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് ഉയരാതിരിക്കട്ടെ. അതിനു പകരം നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് അനുഗ്രഹിക്കാം, മറ്റുള്ളവരെ സൗഖ്യമാക്കാം, ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രഖ്യാപിക്കാം. For in guarding our tongues we guard our souls. നമ്മുടെ നാവ് സൂക്ഷിച്ചാൽ നമ്മുടെ ആത്മാവിനെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.